ഈ നീലയും ചുവപ്പും വൈറ്റും ബലൂണൊക്കെ നിങ്ങൾ വിചാരിക്കും വല്ല ബർത്ത്ഡേ ഫംഗ്ഷനൊന്നും അല്ല കേട്ടോ. ഇത് ഓണത്തിൻ്റെ അന്ന് എൻ്റെ വീട്ടിൽ തൂക്കിയിട്ട് ബലൂണുകളാണ് എൻ്റെ കുട്ടി പറഞ്ഞിട്ട്. അതിനുശേഷം അവർ റോഡ് ഷോയ്ക്ക് പോവാണ്. അപ്പോൾ റോഡ് ഷോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവേലി നാട്ടുകാരെ കാണാൻ വേണ്ടി പോകുന്നതാണ്. വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ തന്നെയാണ് മാവേലി ആയത്. എൻ്റെ ഹസ്ബൻഡും കുട്ടിയാണ് ആ നിൽക്കുന്നത്. അവരും റോഡ് ഷോയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ്. അവരെ ഞാനൊന്ന് പറഞ്ഞ് പുകഴ്ത്തി വിട്ടു, നല്ല ഭംഗിയുണ്ട് കാണാൻ. പക്ഷെ അവരെന്നെ ഇപ്പം നോക്കിയത് എൻ്റെ സൗന്ദര്യം കൊണ്ടൊന്നുമല്ല, ഹസ്ബൻഡിൻ്റെ ഫോണാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്, അത് തരാൻ പറഞ്ഞിട്ട് നിർബന്ധിക്കുന്നതാണ്. പിന്നെ ഇത് മാവേലിയായിട്ട് വേഷം കിട്ടിയ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ചേട്ടനാണല്ലോ. അപ്പോൾ പുള്ളി വണ്ടിയിലിരിക്കുകയാണ്. ഇനി അതിൻ്റെ പുറകെ എല്ലാ ചെറുപ്പക്കാരും ഇങ്ങനെ പോകും. എന്നിട്ട് ഒരു വലം വെച്ചിട്ട് ഇങ്ങനെ വരും. 1 കിലോമീറ്ററോളം പോകും. അങ്ങനെ എല്ലാവർക്കും ബലൂണൊക്കെ കൊടുത്ത് വണ്ടിയിലും ബലൂൺ കെട്ടിയിട്ട് അവരിങ്ങനെ പോവുകയാണ്. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഫോൺ കൊടുക്കണമെന്ന്. പക്ഷേ ഇവരെല്ലാം പോകുന്ന ആ കാഴ്ച കണ്ടിട്ട് ഞാനതെല്ലാം മതിമറന്നു നിന്നു. ഫോണാണെങ്കിൽ എൻ്റെ കയ്യിലായി പോവുകയും ചെയ്തു. അവർക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. പിന്നെ അവരങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകുന്നതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ നിർത്തി അവർ ഡാൻസും പാട്ടൊക്കെ കളിക്കും. നമുക്കതെല്ലാം മിസ്സാവും. ബോയ്സ് മാത്രമേ പോകാറുള്ളൂ, ഗേൾസ് ആരും തന്നെ പോകാറില്ല. പിന്നെ അവിടെ എത്തിയപ്പോൾ എടുത്ത വീഡിയോസാണ് കേട്ടോ ഈ വീഡിയോസ്. അല്ല, എൻ്റെ കുട്ടി ഡാൻസ് കളിക്കുന്നതാണ്. ഈ പാട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ ഏത് പാട്ടാണ്? ഈ പാട്ട് ഇല്ലുമിനാട്ടി ഇല്ലേ, ആ പാട്ടാണ്. അവൻ ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. രംഗചേട്ടൻ്റെ ഭയങ്കര ഫാനാണ് എൻ്റെ കുട്ടി. അപ്പോൾ അത് ആ പാട്ട് എവിടെ കേട്ടാലും ഓട്ടോമാറ്റിക്കായിട്ട് ഡാൻസ് വരും. ഡാൻസ് കളിക്കാനൊന്നും അറിയില്ലെങ്കിലും എവിടെ നിന്നെങ്കിലുമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഡാൻസ് വന്ന് ഇങ്ങനെയൊക്കെ തലകുത്തി മറയുന്ന കാണാം.